भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുരാണസൂര്യൻ്റെ ഭാഗവത സ്വരൂപിയുടെ അനൽപമായ കൃപാവിലാസങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 673 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിൽ 72 അധ്യായത്തിലെ 22 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഭീമസേനോടും അർജുനനോടും കൂടി മഗധയിലെത്തി മാഗധനായ ജരാസന്ധൻ്റെ അടുത്ത് ബ്രാഹ്മണ വേഷധാരികളായി അവിടെ യാചന നടത്തുകയാണ്. എന്താണ് വേണ്ടത് എന്ന് ജരാസന്ധൻ ചോദിക്കുമ്പോൾ ഭഗവാന്റെ മറുപടി എന്തു വേണം എന്ന് പറയണില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠൈർജാഹതൈരപി രാജന്യബന്ധുൻ വിജ്ഞായ ദൃഷ്ടപൂർവാനചിന്തയൽ. സ്വരൈ ആകൃതിഭി, സ്വരം കൊണ്ടും ശബ്ദം കൊണ്ടും ആകൃതി കൊണ്ടും, ജ്യാഹതൈ ഞാണിന്റെ തഴമ്പുകളുള്ള, പ്രകോഷ്ഠൈ കൈത്തലങ്ങൾ കൊണ്ടും, താൻ രാജന്യബന്ധുൻ അവരെ ക്ഷത്രിയന്മാരാണ് എന്ന് വിജ്ഞായ അറിഞ്ഞിട്ട്, ദൃഷ്ടപൂർവാൻ മുമ്പ് കാണപ്പെട്ടവരാണ് എന്ന് ജരാസന്ധൻ ചിന്തിച്ചു. ഇവരുടെ ശബ്ദം, ഇവരുടെ ആകൃതി ഇതൊക്കെ കാണുമ്പോൾ നേരമ്പോക്കായിട്ട് പറയാറുണ്ട്, ആ കറുത്തെടുത്ത തമ്പൂരിയെ കാണുമ്പോൾ നല്ല പോലെ പരിചയം തോന്നുന്നുണ്ട്. അതേപോലെ ഒപ്പമുള്ള 2 ആളുകളെയും ഞാണിൻ്റെ തഴമ്പുകൾ കയ്യിൽ കാണാനുണ്ട്. അപ്പൊ ഇവർ ബ്രാഹ്മണരല്ല, ബ്രാഹ്മണർക്ക് അങ്ങനെ ഉണ്ടാവില്ല, ക്ഷത്രിയന്മാരാണ്. ഇവരെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. ഭഗവാന്റെ മായ. ഭഗവാന് വേണമെങ്കിൽ ഈ ജരാസന്ധനെ തോൽപ്പിക്കാൻ വേഷം വളരെ ഗംഭീരമായിട്ട് കെട്ടിയാൽ ജരാസന്ധൻ അറിയൊന്നുമില്ല. എന്തിന് മഹാദേവൻ പോലും ഭഗവാന്റെ മോഹിനി വേഷം കണ്ട് മോഹിച്ചു പോയതാണ്. പിന്നെയാണോ കേവലം ഈ ജരാസന്ധൻ? പക്ഷേ ഭഗവാൻ
ആ ജരാസന്ധനിൽ ഒരു പൂർവസ്മരണ ഉണ്ടായിക്കോട്ടെ എന്ന് സങ്കല്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ജരാസന്ധൻ ആലോചിക്കുകയാണ്, ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. രാജന്യബന്ധവോഹ്യേതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം. ദുസ്ത്യജം ആത്മാനം അപി, ത്യജിക്കാൻ പ്രയാസമായ ജീവനെ പോലും ഞാൻ ഭിക്ഷിതം ദദാമി, യാചിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. ഇവര് ക്ഷത്രിയന്മാർ തന്നെ. ഏതേ രാജന്യബന്ധവ ഹി, നിശ്ചയമാണ്, ഉറപ്പാണ്. ബ്രഹ്മലിംഗാനി ബിഭ്രതി, വെറുതെ ബ്രാഹ്മണ വേഷം കെട്ടി ധരിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. ക്ഷത്രിയന്മാര് ബ്രാഹ്മണരുടെ അടയാളങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൂണൂലിട്ടിട്ടുണ്ട്, നല്ല വെളുത്ത വസ്ത്രം ചുറ്റിയിട്ടുണ്ട്, ശിഖ ധരിച്ചിട്ടുണ്ട്. അപ്പൊ എങ്കിൽ ഇവർ ബ്രാഹ്മണരുടെ വേഷം കിട്ടിയ ആളുകൾ മാത്രമാണ്, ഇവർ ക്ഷത്രിയരാണ്. ബലേർന്നു ശ്രൂയത്തെ കീർത്തിർവിതതാ ദിക്ഷ്വകൽമഷ ഐശ്വര്യാൽ ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുന. മഹാബലിയുടെ കഥ ഓർക്കുകയാണ്. വിപ്രവ്യാജേന, ബ്രാഹ്മണ വേഷത്തോടു കൂടി വന്ന വിഷ്ണുവിന്, ആ വിഷ്ണുവിന് സകലവും കൊടുത്ത ആളാണ് ആര്? സാക്ഷാൽ ബലി. അങ്ങനെ ഐശ്വര്യാൽ ഭ്രംശിതസ്യ അപി, ഐശ്വര്യത്തിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടു എങ്കിലും ബലേ അകൽമഷ, ബലിയുടെ കൽമഷമില്ലാത്ത ദിക്കുകൾ മുഴുവൻ വ്യാപിച്ചതായിട്ടുള്ള കീർത്തി ഇന്നും ശ്രൂയതേനു, കേൾക്കുന്നില്ലേ? നിശ്ചയം. ഇപ്പൊ ബ്രാഹ്മണ വേഷം ധരിച്ച് ഇതുപോലെ വിഷ്ണു വന്നിട്ടുണ്ട് ഒരിക്കൽ. അത് ആരെ തോൽപ്പിക്കാനായിരുന്നു? ബലിയെ. എന്നാൽ എല്ലാം ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ബലി മഹാബലിയായി, ബലിയുടെ പരിശുദ്ധമായ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നപി മഹിം പ്രാഗാദ് വാര്യമാണോപി ദൈത്യരാ. ഇന്ദ്രസ്യ, ഇന്ദ്രനു വേണ്ടി, ശ്രിയം ജിഹീർഷേതേന്ദ്രസ്യ എന്നാണ്. ഇന്ദ്രനു വേണ്ടി തൻ്റെ ആ ഐശ്വര്യത്തെ ഹരിക്കാനായി ദ്വിജരൂപേണ വിഷ്ണവേ ജാനന്നപി, ബ്രാഹ്മണ വേഷത്തിൽ വിഷ്ണുവാണ് വന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും വാര്യമാണഹ അപി, അതേപോലെ തന്നെ തടയപ്പെട്ടു. ദൈത്യരാൻ, ആ സുരേന്ദ്രൻ, ശുക്രാചാര്യർ തടഞ്ഞു, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ദൈത്യരാട് മഹിം പ്രാതാൽ, ആ ചക്രവർത്തി, അദ്ദേഹം, ആ സുരേന്ദ്രൻ ഭൂമിയെ ദാനം ചെയ്തു. ദാനം ചെയ്യരുത് എന്ന ഗുരുവിന്റെ വാക്കിനെ പോലും വേണ്ടെന്ന് വെച്ച് അതിനെ നിരാകരിച്ചിട്ടാണ് ബലി ഭൂമി മുഴുവൻ കൊടുത്തത്. ആ അസുരാധിപന്റെ കേമത്വം, ഔദാര്യം, അത്ഭുതം, അത്ഭുതം, സത്യസന്ധത. ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥ ക്ഷത്രബന്ധുന ദേഹേന പതമാനേന നേഹത വിപുലം യശ. പതമാനേന ദേഹേന ബ്രാഹ്മണാർത്ഥായ വിപുലം യശ നേഹത ജീവത ക്ഷത്രബന്ധുന കോനു അർത്ഥ. വീണുപോകുന്ന ദേഹം കൊണ്ട് ബ്രാഹ്മണനു വേണ്ടി മഹത്തായ കീർത്തിയെ സമ്പാദിക്കാതെ ജീവത, ജീവിച്ചിരിക്കുന്ന ക്ഷത്രബന്ധുന, നാമമാത്രമായ ക്ഷത്രിയനാൽ എന്ത് പ്രയോജനമാണുള്ളത് എന്നാണ്. ക്ഷത്രിയൻ വെറുതെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളത് കൊണ്ട് എന്ത് പ്രയോജനം? ബ്രാഹ്മണനു വേണ്ടി ഈ ശരീരത്തെ പോലും ഉപേക്ഷിച്ചാൽ നാശരഹിതമായ കീർത്തി ലോകത്തുണ്ടാവും. ജരാസന്ധനെ, ഇപ്പതാ ബലിയെക്കുറിച്ച് ലോകം അറിയുന്നത് പോലെ ജരാസന്ധനെയും അറിയും. അതുകൊണ്ട് ഇത്യുദാരമതി പ്രാഹ കൃഷ്ണാർജുന വൃകോദരാൻ ഹേ വിപ്ര വ്രിയതാം കാമോ ദദാമ്യാത്മശിരോപിവാ ഇതി നിശ്ചിത്യ ഉദാരമതി. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ദാനശീലനായ, അല്ലെങ്കിൽ ദാനശീല ബുദ്ധിയോടുകൂടി, ഉദാരമതി ആയിട്ടിരിക്കുന്ന, മതി ബുദ്ധിയാണ്, അങ്ങനെയുള്ള ജരാസന്ധൻ കൃഷ്ണാർജുന വൃകോദരാൻ, കൃഷ്ണൻ, അർജുനൻ, വൃകോദരൻ, ശ്രീകൃഷ്ണൻ, പാർത്ഥൻ, അതേപോലെ ഭീമസേനൻ എന്നിവരോട് പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണരെ, കാമ വ്രിയത, എന്താണോ ആഗ്രഹം അതിനെ സ്വീകരിക്കൂ.
ആത്മശിരഹ അപി, എൻ്റെ ശിരസ്സു പോലും വാ ദദാമി, നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞോളൂ, എൻ്റെ ശിരസ്സു വേണമെന്ന് പറഞ്ഞാൽ പോലും അത് തരാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യാ നാന്നകാംക്ഷിണ. രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, യതി മന്യസേ, അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ, നാ ദ്വന്ദ്വശ ദേഹി, ഞങ്ങൾക്ക് ദ്വന്ദ്വശ യുദ്ധം, ഞങ്ങൾക്ക് എന്തു വേണം? ദ്വന്ദ്വയുദ്ധം തരൂ. രാജന്യാ വയം, ക്ഷത്രിയന്മാരായ ഞങ്ങൾ, യുദ്ധാർത്ഥിനഃ പ്രാപ്ത, ഞങ്ങൾ യുദ്ധം ആഗ്രഹിച്ചു വന്നവരാണ്. ന അന്നകാംക്ഷിണഃ, ഞങ്ങള് അന്നം ഭക്ഷണം ആഗ്രഹിച്ചു വന്ന ആളുകളല്ല. ഞങ്ങള് ഇവിടെ രാജന്യാ നാന്യകാംക്ഷിണ എന്ന്, അപ്പൊ രാജാക്കന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് യുദ്ധം മാത്രമല്ലാതെ മറ്റ് കാംക്ഷകളില്ല എന്ന് പറയും. അന്നകാംക്ഷിണ എന്നും അന്യകാംക്ഷിണ എന്നും പറയാറുണ്ട്. ഏതായാലും ഞങ്ങൾ ഭക്ഷണം മോഹിച്ചു വന്ന ബ്രാഹ്മണരല്ല എന്നാണ് പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഇത് ആരൊക്കെയാണ്? അസൗ വൃകോദര പാർത്ഥസ്തസ്യ ഭ്രാതാർജുനോ ഹ്യയം, കുന്തിപുത്രനായ പാർത്ഥനായ അസൗ, ഇവൻ വൃകോദര ഭീമൻ, തസ്യ ഭ്രാത, അവന്റെ അനുജനായ സഹോദരനായ അയം അർജുനഃ ഹി, ഇത് ഇവന്റെ സഹോദരനായ അർജുനൻ. അനയോ മാതുലേയം, ഇവരുടെ അമ്മാവന്റെ പുത്രനായിരിക്കുന്ന തേജിപ്പും, അങ്ങയുടെ ശത്രുവായിരിക്കുന്ന കൃഷ്ണം മാം ജാനീഹി, ഞാൻ കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കൂ എന്നാണ്. ഇത് ഭഗവാൻ പറഞ്ഞു. ക്ഷത്രിയന്മാര് ആണെന്ന് വെറുതെ പറഞ്ഞതല്ല, ഇവിടെ ഇത് ഭീമനാണ്, ഇത് അർജുനനാണ്, ഞാൻ അങ്ങയുടെ ശത്രുവായ ഇവരുടെ അമ്മാവന്റെ മകനായ കൃഷ്ണനാണ് എന്നും പറഞ്ഞു. ഏവമാവേദിതോ രാജാ ജഹാസോച്ചൈസ്മമാഗധ ആഹചാമർഷിതോ മന്ദ യുദ്ധം തർഹി ദദാമി വാ. ഏവം ആവേദിത, ഇങ്ങനെ അറിയിക്കപ്പെട്ട രാജാവ് മാഗധ, ആ മാഗധൻ ജരാസന്ധൻ, ഉച്ചൈ ജഹാസ, ഉറക്കെ ചിരിച്ചു, അമർഷിത, ക്രോധം വന്നിട്ട് പറഞ്ഞു, ആഹച മന്ദ, ഹേ ബുദ്ധിയില്ലാത്തവരെ, തർഹി അങ്ങനെയാണെങ്കിൽ, വാ യുദ്ധം ദദാമി, നിങ്ങൾക്ക് ഞാൻ യുദ്ധം തരാം. ബുദ്ധിയില്ലാത്തവരെ, മന്ദബുദ്ധികളെ എന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട്, പരിഹാസ രൂപത്തിൽ ചിരിച്ചും കൊണ്ടും ദേഷ്യത്തിൽ പറഞ്ഞും കൊണ്ടും അവിടെ ജരാസന്ധൻ. നത്വയാ ഭീരുണായോത്സ്യേ യുധി വിക്ലവചേതസ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ശരണം ഗതാ. വിക്ലവചേതസ, നിനക്ക് മനസ്സിനുറപ്പില്ല. യുദ്ധത്തിൽ ഭീരുണാത്വയ, ഭയം ഉള്ള നീയ്, നിന്നോട് ഞാൻ നയോത്സ്യെ, യുദ്ധം ചെയ്യില്ല. സ്വപുരിം മധുരാം ത്യക്ത്വ, സ്വന്തം സ്ഥാനമായ മധുരയെ ഉപേക്ഷിച്ച് സമുദ്രം ശരണം ഗത, സമുദ്രത്തിന്റെ നടുവിൽ പോയി താമസിക്കുന്നവനല്ലേ നീയ് എന്നാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ ഒന്ന് ചിരിച്ചു, ജരാസന്ധനെ നോക്കി. അതിന് മുമ്പിലത്തെ 17 തവണത്തെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജരാസന്ധനെ. 18ാമത്തെ തവണ ഇപ്പൊ ജയിച്ചു എന്ന് അഹങ്കരിക്കുകയാണ് ജരാസന്ധൻ. ആയിക്കോട്ടെ. അയം തു വയസാ തുല്യോ നാതിസത്വോ നമേ സമാ അർജുനോ ന ഭവേത് യോദ്ധാ. വയസ്സുകൊണ്ട് തുല്യം, അതുല്യനാണ്, ഒട്ടും യോജിച്ച ആളുകളല്ല ഞാനും ഈ അർജുനനും. അതേപോലെ നാതിസത്വ, അധികം ബലമില്ല, അയം അർജുന. അതുകൊണ്ട് മേ എനിക്ക് സമഹ ന ഭവേൽ, എനിക്കൊരിക്കലും സമനായിട്ട് തീരില്ല. സമന്മാര് തമ്മിൽ വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ. നീ ഭീരുവാണ്, അർജുനൻ ചെറിയ കുട്ടിയാണ്. പിന്നെയോ ഭീമസ്തുല്യബലോ മമ, ഭീമഹ മമ തുല്യബലഹ, ഭീമനാകട്ടെ എനിക്ക് തുല്യബലമുള്ളവനാണ്. ഭഗവാന്റെ സങ്കല്പം അത് തന്നെയാണ്. ഭീമസേനേട്ടന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കണം. തൻ്റെ ദേഹശക്തിയിൽ വല്ലാതെ അഹങ്കരിച്ചിരിക്കുന്നു. മറിച്ച് ആ ശക്തിയല്ല, ഭഗവാനിലുള്ള ഭക്തിയാണ് വിജയത്തിന് കാരണം എന്ന് അവിടെ കാണിച്ചു കൊടുക്കണം. ഇത് ജരാസന്ധൻ പറഞ്ഞപ്പോ ഭഗവാൻ അതിനെ അംഗീകരിച്ചു. ഉടനെ തന്നെ ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതിം ഗദാം
ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാദ്ബഹി ഇതി ഉക്ത്വാ എന്ന് പറഞ്ഞ് ഭീമസേനന് മഹതിം ഗതാം വലിയൊരു ഗതയെ കൊടുത്തിട്ട് ദ്വിതീയാം സ്വയമാദായ മറ്റൊന്ന് താൻ തന്നെ എടുത്തിട്ട് പുരാത് ബഹി നിർജഗാമ ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രാജധാനിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. തതസ്സമേഖലേ വീരൗ സംയുക്താവിതരേതരൗ ജഘ്നദുർവജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ. തഥാ സമേഖലേ നിരപ്പുള്ള സ്ഥലത്ത് രണ്ട് വീരന്മാര് യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധരംഗം നന്നാവണം. അതേപോലെയുള്ള ഖലെ ആ കളത്തിൽ ഇതരേതരവും അന്യോന്യം ചേർന്നവരായി സംയുക്തവും രണദുർമദോ യുദ്ധത്തിൽ അഹങ്കാരം കൂടിയ വീരന്മാര് വജ്രകൽപാഭ്യാം ഗദാഭ്യാം ജഘ്നതു വജ്രതുല്യമായ ഗദ കൊണ്ട് അന്യോന്യം പ്രഹരിക്കാൻ തുടങ്ങി. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശുശുഭേ യുദ്ധം നടയോരിവരങ്കിണോ. സവ്യം ദക്ഷിണം ഏവം ച. സവ്യം എന്ന് പറഞ്ഞാൽ ഇടത്ത്, ദക്ഷിണം വലത്ത്. അങ്ങനെ ഇടത്തും വലത്തും വിചിത്രമായ മണ്ഡലങ്ങളെ സഞ്ചരിക്കുന്ന അവരുടെ യുദ്ധം ഏതുപോലെ രംഗിണോ നടയോ ഇവ രംഗവേദിയിലെ നടന്മാരെന്നതുപോലെ ശോഭിച്ചു എന്നാണ്. രണ്ട് കളിക്കാര് ഇടത്തും വലത്തും പല മണ്ഡലാകാര ഗതികൾ ചെയ്തുകൊണ്ട് പറന്നും ഇരുന്നും കിടന്നും ഒക്കെയുള്ള യുദ്ധം അവിടെ ആരംഭിച്ചു. തതശ്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭ ഗദയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോ. രാജാവേ, ദന്തിനോ ദന്തയോ ഇവ ആ രണ്ടാനകളുടെ ആ കൊമ്പുകൾ എന്നതുപോലെ ദന്തിനോ ദന്തയോ ഇവ ഈ ആനകളുടെ കൊമ്പുകൾ കോർക്കുന്നത് പോലെ ക്ഷിപ്തയോ അന്യോന്യം അടിക്കുന്ന ഗദകളുടെ വജ്രനിഷ്പേഷ സന്നിഭ വജ്രഘട്ടന ശബ്ദം പോലെ ചട്ടചട്ടാ ശബ്ദം ചട്ടചട്ട എന്നുള്ള ശബ്ദം ഈ ഗദകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ ഉണ്ടാകുന്ന ശബ്ദം ഇടിവെട്ടുന്നത് പോലെ തോന്നിച്ചു. തേ വൈഗതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോംസ കടിപാദകരോരുജത്രുൻ ചൂർണീ ബഭൂവതുരുപേത്യ യഥാർക്കശാഖേ സംയുധ്യതോർദ്വിരതയോരിവ ദീപ്തമന്യോ. ഭുജജവേന ഭുജത്തിന്റെ കൈയിന്റെ വേഗം കൊണ്ട് നിപാത്യമാനെ നിപതിപ്പിക്കപ്പെടുന്ന ഗദകൾ ദീപ്തമന്യോ ആ കോപിച്ച അവരുടെ തമ്മിൽ അംസ കടിപാദ കരോരുജത്രൂൻ തോള് ഇടുപ്പ് കാല് കയ്യ് തുട സ്കന്ധപ്രദേശത്തിലെ എല്ലുകൾ ഇതിനെയൊക്കെ ചെന്ന് അടിച്ചു. അങ്ങനെ ദുരതയോ അർക്കശാഖേ ഇവ ആനകളുടെ മേൽ എരുക്കിന്റെ കൊമ്പുകൾ എന്നതുപോലെ അത് പൊടിഞ്ഞുപോയി എന്നാണ്. ചൂർണീ ബഭൂവതു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ്. കൊമ്പനാനകളുടെ ശരീരത്തിൽ എരുക്കിന്റെ വടി കൊണ്ട് കൊമ്പ് കൊണ്ട് അടിച്ചാൽ എന്തുണ്ടാവും? ആ വടി മുറിയെന്നല്ലാതെ ആനകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതേപോലെ വജ്രതുല്യമാണ് ഈ ഗദകൾ, വലിയ ഗദകളാണ്. പക്ഷേ ഇതുകൊണ്ട് കഴുത്തിലും ഇടുപ്പിലും കാലിലും കൈകളിലും ഒക്കെ വന്നിങ്ങനെ അടിക്കുന്നുണ്ടെങ്കിലും അത് തകരുക എന്നല്ലാതെ ഇവർക്ക് ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ യുദ്ധം തയോ പ്രഹതയോർഗതയോർ നൃവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിരയ സ്പർശൈരപിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോരിഭയോരിവാസി നിർഘാത വജ്രപരുഷസ്ഥലതാടനോദ്ദ. യുദ്ധം തയോ ഗതയോ ഇങ്ങനെ രണ്ടുപേരുടെയും ഗതകൾ പ്രഹതയോ അങ്ങനെ കൂട്ടിമുട്ടിയപ്പോ ക്രോധിച്ച നൃവീരോ നരശ്രേഷ്ഠന്മാര് അയസ്പർശൈ ഇരുമ്പുപോലെ കഠിനമായ തങ്ങളുടെ കൈകൾ കൊണ്ട് അപിഷ്ടാം അവിടെ കൈകൾ കൊണ്ട് ഇടിക്കാനായിട്ട് തുടങ്ങി. ഇഭയോ ഇവ ആനകൾ എന്നതുപോലെ പ്രഹരതോ തയോ പ്രഹരിക്കുന്ന അവരുടെ തല താടനോദ്ധ കൈകൾ കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നിർഘാത വജ്രപരുഷ ഇടിശബ്ദം പോലെയുള്ള ശബ്ദം അവിടെ മുഴുവൻ നിറഞ്ഞു എന്നാണ്. ഗദകൾ തകർന്നു കഴിഞ്ഞപ്പോ ദേഷ്യം വന്ന അവര് പരസ്പരം ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഹത്തിൽ ഇടിക്കുകയാണ്. മതിച്ച ആനകൾ കൊത്തുകൂടുന്നത് പോലെ അവരുടെ ആ ഇടിയുടെ ശബ്ദം അവർ ഇടിക്കുന്നു. ഇടി ശബ്ദം പോലെ ലോകം മുഴുവൻ
അത് കേൾക്കുന്നു. അല്ലേ? ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് ഇട്ടി ശബ്ദം എന്ന് തന്നെ പറയാം. അതേപോലെ ആ മേഘഗർജനം പോലെ അവിടെ നിറഞ്ഞു. തയോരേവം പ്രഹരതോ സമശിക്ഷാബലൗജസോ നിർവിശേഷമഭൂദ്യുദ്ധമക്ഷീണജവയോർ നൃപ. പരീക്ഷിത്തെ, ഏവം പ്രഹരതോ സമശിക്ഷാബലൗജസോ, ഇങ്ങനെ പ്രഹരിക്കുന്ന ഒരേപോലെ അഭ്യാസം ഉള്ള ബലമുള്ള ഓജസ്സുള്ള അക്ഷീണജവയോ, ക്ഷീണിക്കാത്ത ശക്തിയോടുകൂടിയ തയോ, അവരുടെ യുദ്ധം രാജാവേ നിർവിശേഷം അഭൂൽ എന്നാണ്. ഒരു വിശേഷം ഉണ്ടായില്ല. ഒരാൾ ജയിക്കുക, ഒരാൾ തോൽക്കുക, അങ്ങനെയില്ല. ആർക്കും ജയവും തോൽവിയും ഉണ്ടായില്ല. രണ്ടുപേരും ഒരേപോലെ തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്നാൽ ഏവം തയോർമഹോ മഹാരാജ യുദ്ധതോ സപ്തവിംശതി ദിനാനി നിരകം തത്രാ സുഹൃദ്വൻ നിശിതിഷ്ഠതോ. മഹാരാജാവ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നവര് നിശി സുഹൃദ്വത്, രാത്രി മിത്രങ്ങളെ പോലെ തത്ര തിഷ്ഠതോ, അവിടെ താമസിക്കുന്ന അവരുടെ സപ്തവിംശതി ദിനാനി 27 ദിവസം കഴിഞ്ഞു എന്നാണ്. പകല് മാത്രമേ യുദ്ധമുള്ളൂ എന്നാണ്. രാത്രിയായാലോ, രാത്രി വൈകുന്നേരം സന്ധ്യയോടുകൂടി യുദ്ധം അവസാനിപ്പിക്കും. ഉദയാസ്തമന യുദ്ധം, നമ്മുടെ സപ്താഹം പോലെ. ഇവിടെ ഈ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഒരേപോലെയാണ്. സപ്താഹം ആണെങ്കിൽ ഇവിടെ 27 പകലുകൾ കഴിഞ്ഞു, 27 രാത്രികൾ കഴിഞ്ഞു. 27 രാത്രികളിൽ എങ്ങനെയാ? സുഹൃത്തുക്കളായിട്ട്. 27 പകലിലോ ശത്രുക്കളായിട്ട്. പകല് മിത്രവും രാത്രി ശത്രുവുമായിട്ട് 27 ദിവസം കഴിഞ്ഞു. ആരും വിജയിക്കണില്ല. അങ്ങനെ ഇരിക്കെ ഏകദാ മാതുലേയം വൈ പ്രാഹ രാജൻ വൃഗോദര. ഹേ രാജാവേ, ഏകദാ ഒരിക്കൽ വൃഗോദരഹ മാതുലേയം പ്രാഹ, മാതുലേയനോട്, അമ്മാവന്റെ മകനോട്, കൃഷ്ണനോട് പറഞ്ഞു, മാധവ, അല്ലയോ ഹേ മായാധിനാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ, ജരാസന്ധും യുധി നിർജേതും അഹം ന ശക്തഃ. ജരാസന്ധനെ ഈ യുദ്ധത്തിൽ ജയിക്കാൻ ഞാൻ ശക്തനല്ല എന്ന് പറയുന്നു. ഇവിടെ ജരാസന്ധ പദം തന്നെ ആ ചക്രവർത്തിയുടെ അസാമാന്യമായ അനിതരമായ ആ ശക്തിയെ കാണിക്കുന്നു. മാധവപദോ ശ്രീകൃഷ്ണന്റെ ഉപായദർശന സാമർഥ്യത്തെ കാണിക്കുന്നു. മായാധിനാഥനായിരിക്കുന്ന ഭഗവാനെ, എനിക്ക് ജരാസന്ധനെ കൊല്ലാൻ സാധിക്കില്ല, മാഗധനെ കൊല്ലാൻ മാനവനായ എനിക്ക് സാധിക്കില്ല എന്ന് മാധവനോട് ഭീമസേനൻ പറഞ്ഞു. ശത്രോർജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമപ്യായേൻ സ്വേന തേജസാ ചിന്തയദ്ധരി. ശത്രോ ജന്മമൃതി ജരാകൃതം ജീവിതം വിദ്വാൻ. ശത്രുവിന്റെ ജനന മരണങ്ങളെയും ജരയാൽ ചെയ്യപ്പെട്ട ജീവിതത്തെയും അറിഞ്ഞിരിക്കുന്ന ഹരി കൃഷ്ണൻ സ്വേന തേജസ, തന്റെ ശക്തി കൊണ്ട് ഭീമനെ ആപ്യായൻ വർദ്ധിപ്പിച്ചു. ഒന്നിങ്ങനെ തലോടി കൊടുത്തു അത്രേ ഭഗവാൻ. ആ സങ്കല്പശക്തിയിൽ തന്നെ വർദ്ധിത വീര്യത്തോടുകൂടി ഭീമസേനൻ അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. ജരയാൽ സന്ധിക്കപ്പെട്ടതാണ്. ബൃഹദ്രഥൻ എന്ന രാജാവ് തൻ്റെ 2 ഭാര്യമാർക്ക് സന്യാസി നൽകിയ പഴം കൊടുത്തപ്പോൾ അതിനെ നെടുകെ പിളർത്തി 2 ഭാഗം കൊടുത്തു. അതുകൊണ്ട് ഒരു ഇടതും ഒരു വലതും കൂടിയിട്ട് ആണ് ജരാസന്ധൻ ഉണ്ടായത്. അപ്പൊ ഇടതും വലതും ചേർന്ന് കഴിഞ്ഞപ്പോ അവിടെ ജരാസന്ധൻ ഉണ്ടായി. ആ ജരാസന്ധനെ അതേപോലെ തന്നെ ഇല്ലാതെയാക്കണം എന്ന് തീർച്ചപ്പെടുത്തി അവിടെ ഭഗവാൻ ഒന്നിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ജരാസന്ധനെ കൊല്ലണം. അത് മനസ്സിലായി. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഘ ദർശന ദർശയാമാസ വിടപം പാടയന്നിവ സംജ്ഞയാ അമോഘ ദർശന. ഏറ്റവും സഫലമായ ആലോചനയോടുകൂടിയ ഭഗവാൻ അരിവധോപായം, ശത്രുവധത്തിന് വേണ്ടുന്ന ഉപായത്തെ ആലോചിച്ചിട്ട് ഭീമന് വിടപം പാടയൻ ഇവ, ഒരു മരത്തിന്റെ ഒരു ചെറിയ കമ്പെടുത്തിട്ട് അതിനെ 2ആയി പിളർത്തുന്നത് സംജ്ഞയാ ദർശയാമാസ, അങ്ങനെ ഒരു അടയാളം കാണിച്ചു കൊടുത്തു എന്നാണ്. പറയാൻ പാടില്ല എന്ന്
പറയാറുണ്ട്. മരത്തിന്റെ കൊമ്പ് തൻ്റെ കയ്യിലെടുത്ത് അതിനെ നടു പൊളിച്ചു കാണിച്ചു കൊടുത്തു, ഇതേപോലെ വേണം എന്ന്. തദ്വിജ്ഞായ മഹാസത്വോ ഭീമ പ്രഹരതാംബര. ഇതങ്ങനെ കണ്ടപ്പോ ഇത് മനസ്സിലായി. പ്രഹരതാംബര, ഗദായുദ്ധത്തിൽ അതിശ്രേഷ്ഠനായ അതിശക്തനായ ഭീമൻ തദ്വിജ്ഞായ, അതറിഞ്ഞിട്ട് ശത്രും പാതയോ ഗൃഹീത്വ, ശത്രുവിന്റെ കാലിൽ പിടിച്ച് ഭൂതലെ പാതയാമാസ, ഭൂമിയിൽ അടിച്ചിട്ടു, ഭൂമിയിലേക്ക് വലിച്ചങ്ങോട്ട് വീഴ്ത്തി. എന്നിട്ടോ ഏകം പാദം പദാക്രമ്യ ദോർഭ്യാമന്യം പ്രഗൃഹ്യ സ ഗുദത പാടയാമാസ ശാഖാമിവ മഹാഗജ. സ ഏകം പാദം പദ ആക്രമ്യ, ജരാസന്ധന്റെ ഒരു പാദത്തെ തൻ്റെ പാദം കൊണ്ട് ചവിട്ടിയിട്ട് അന്യം മറ്റേ പാദത്തെ ദോർഭ്യാം രണ്ട് കൈകൾ കൊണ്ടും ബലമായി അങ്ങോട്ട് പിടിച്ച് മഹാഗജ ശാഖാമിവ, വലിയൊരു ആന കൊമ്പ്, ആ വൃക്ഷത്തിന്റെ കൊമ്പ് പറിച്ചെടുക്കുന്നത് പോലെ ഗുദത പാടയാമാസ, ഗുദം മുതൽക്ക് അങ്ങടെ ചീന്തി അങ്ങോട്ട് പിളർന്നു എന്നാണ്. ഏകപാദോരു വൃഷണ കടിപൃഷ്ഠസ്തനാംസകേ ഏകബാഹു അക്ഷിഭ്രൂകർണേ ശകലേ ദദൃശു പ്രജാ ദദൃശു, പ്രജകൾ കണ്ടു. എങ്ങനെ? ഏകപാദോ ഒരു വൃഷണ കടിപൃഷ്ഠസ്തനാംസകേ, ഒരു കാല്, ഒരു തുട, ഒരു വൃഷ്ണം, ഒരു കടിപൃഷ്ഠം, ഒരു സ്തനം, ഒരു തോള്, ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു പുരികം, ഒരു ചെവി. അങ്ങനെയാണല്ലോ. നട്ടു അങ്ങോട്ട് കീറി കഴിഞ്ഞപ്പോ ഇടതുഭാഗവും വലതുഭാഗവും പകുതി പകുതിയായി കീറി ദൂരേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ഹാഹാകാരോ മഹാനാസിൽ നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ. മഗധരാജാവ് നിഹതയെ കൊല്ലപ്പെട്ടപ്പോ മഹാൻ ഹാഹാകാര, വലിയ ഉറക്കെയുള്ള നിലവിളി ഉണ്ടായി എന്നാണ്. ജയാച്യുതവും, അർജുനനും കൃഷ്ണനും ഭീമനെ പരിരഭ്യ ആലിംഗനം ചെയ്ത് പൂജിച്ചു. അവിടെ ജയലക്ഷ്മിയോടുകൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീമസേനനെ ജയനും കൃഷ്ണനും ലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാനും ചേർന്ന് ആലിംഗനം ചെയ്തു, വേണ്ട പോലെ പ്രശംസിച്ചു. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് ആ ജരാസന്ധന്റെ പുത്രനെ സഹദേവനെ ഭഗവാൻ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവന അഭ്യഷിഞ്ചതമേയാത്മാ മഗധാനാം പതിം പ്രഭു മോചയാമാസ രാജന്യാൻ സമൃദ്ധാമാഗധേനയേ. ഭൂതഭാവന അമേയാത്മാ പ്രഭു ഭഗവാൻ, ഭൂതങ്ങളെ അഭ്യൂർത്തിപ്പെടുത്തുന്ന അചിന്ത്യമായ വൈഭവത്തോടു കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തത്തനയം, ജരാസന്ധന്റെ പുത്രനായിരിക്കുന്ന സഹദേവനെ മഗധരാജ്യങ്ങളുടെ പതിയായി, പരിപാലകനായി, ചക്രവർത്തിയായി അഭ്യഷിഞ്ചൽ, അഭിഷേകം ചെയ്തു. ജരാസന്ധനാൽ ആരൊക്കെയാണോ ബന്ധിക്കപ്പെട്ടത് ആ രാജാക്കന്മാരെ മോചിപ്പിച്ചു എന്നും പറയുന്നു. അങ്ങനെ ജരാസന്ധനെ നിഗ്രഹിക്കുക എന്നുള്ള പ്രവൃത്തിയും അതേപോലെ തന്നെ രാജാക്കന്മാരെ മോചിപ്പിക്കുക എന്നുള്ളതും രാജസൂയ യാഗത്തിന്റെ ദിഗ്വിജയവും ഭംഗിയായി പൂർത്തിയാക്കി ഭഗവാൻ എന്ന് പറയുന്നിടത്താണ് ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിലെ 72ാമത്തെ അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുന്നത്. നാളെ 73ാമത്തെ അധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.